ഗൈസ്, ഒരു ക്ലബിന് ഇത്രയ്ക്കൊരു ഗതികേട് വരുത്തരുത് എന്നുള്ളതാണ് ഹൈദരാബാദ് എഫ് സിയുടെ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. കാരണം ഹൈദരാബാദ് എഫ് സി എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് വരുന്ന അറിയാലോ, എഫ് സി പൂനെ സിറ്റി എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് അവർ ഷട്ട് ഡൗൺ ചെയ്യപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം. അപ്പം ആ സാഹചര്യത്തിൽ ആ ഒരു ഫ്രാഞ്ചൈസി ഉപയോഗിച്ചാണ് ഹൈദരാബാദിൽ നിന്ന് വരുൺ ത്രിപുരനേനെയും മറ്റ് ചില ബിസിനസ് മാൻസും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് ഈ പറയുന്ന പോലത്തെ ഒരു ക്ലബ്ബ് ഫോം ചെയ്യുന്നതും പിന്നീട് അവർക്കിപ്പോൾ ഐ എസ് എല്ലിൽ തന്നെ ഒരു സക്സസ് കണ്ടെത്താൻ സാധിച്ചു. ഐ എസ് എൽ കിരീടം വരെ നേടിയെടുക്കാനൊക്കെ സാധിച്ചു എന്നുള്ള കാര്യം അറിയാം. എന്നാൽ നിലവിൽ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം അറിയാലോ, 10ഓളം ബാനൊക്കെ കിട്ടിയിട്ട് ആരെയും സൈൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, നിലവിലത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഡുറൻ കപ്പിൽ അവർക്ക് 18 പ്ലേയേഴ്സിനെ തികച്ച് രജിസ്റ്റർ ചെയ്യാൻ പോലും കഴിയാതെ അവർ പുറത്താകുന്നു. അതായത് ഡുറൻ കപ്പിൽ കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ്. അവർക്ക് പകരം മറ്റൊരു ക്ലബ്ബ് വരും. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് എന്താണെങ്കിലും ഉടനെ പുറത്തു വരും. സോ എന്താണെങ്കിലും ഹൈദരാബാദിൻ്റെ ഒരു അവസ്ഥ, കാരണം അവരുടെ ഓണറായിട്ടുള്ള വരുൺ ത്രിപുരേനി ഇതുമായി ബന്ധപ്പെട്ട് ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണുള്ളത്. എന്താണെങ്കിലും ഇവർക്ക് ഇൻവെസ്റ്റേഴ്സ് വരുമെന്നൊക്കെ ഉള്ളൊരു കാര്യം, അതായത് കഴിഞ്ഞ സീസണിന് ശേഷം ഇൻവെസ്റ്റേഴ്സ് വരുമെന്നുള്ള വാർത്തകളൊക്കെ വന്നതാണ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. ഒരു വലിയ തരത്തിലുള്ളൊരു കടബാധ്യതയാണ്. കാരണം ഈ പ്ലേയേഴ്സിന് കൊടുക്കാനുള്ള സാലറി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ബാനൊക്കെ തീരുകയുള്ളൂ. അപ്പം ഇതിനിപ്പം നിലവിലുള്ള ഓണേഴ്സും കൂടി ഇത് ട്രൈ ചെയ്യണം. കാരണം ഈ ഒരു ബാധ്യത തീർത്ത് വലിയ ഒരു ലാഭത്തിൽ ഉള്ള ഒരു രീതിയിലേക്കൊക്കെ ക്ലബിനെ വിൽക്കുക എന്നുള്ള പരിപാടി ഇപ്പം പോസിബിൾ അല്ല. ക്ലബ്ബ് നിലനിന്ന് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോഴത്തേക്കും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികളൊക്കെ നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഗസ്റ്റ് 15 എന്ന് പറയുന്നൊരു ഡേറ്റാണ് എഫ് എസ് ടി എൽ ഒരു ഡെഡ് ലൈനായിട്ട് വെക്കുന്നത് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ. അതില്ലാത്ത പക്ഷം അടുത്ത സീസണിൽ അവർക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെ കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അടുത്ത വർഷം അവർക്ക് കളിക്കാൻ സാധിച്ചില്ല. അടുത്ത വർഷം മീൻസ് വരാൻ പോകുന്ന സീസൺ അവർക്ക് കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഹൈദരാബാദ് എഫ് സി എന്ന് പറയുന്ന ക്ലബ്ബ് തന്നെ എന്താ ഒരിക്കലും നമ്മളിനി കാണാത്ത തരത്തിലേക്ക് മാഞ്ഞു പോകുമോ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു രീതിയിൽ ഉള്ളതും നമുക്ക് സങ്കടപ്പെടുത്തുന്നൊരു കാര്യം തന്നെയാണ്. കാരണം അവരൊരു ട്രോഫി വിൻ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ ഫുട്ബോളിൽ നല്ല കോൺട്രിബ്യൂഷൻസ് ഒരുപാട് പ്ലേയേഴ്സ് ഹൈദരാബാദിൽ നിന്ന് എമർജ് ചെയ്ത് വന്നിട്ട്, ഇപ്പം ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ടുള്ള മനോല പോലും ആ ഒരു ക്ലബിൽ നിന്ന് വന്ന് പിന്നീട് നമുക്കറിയാം ആ ഒരു ലെവലിൽ വന്നിട്ടുള്ളത്. അപ്പം അത്രത്തോളം അവർ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത് തന്നെയാണ്. ഒരുപാട് അവരുടെ നല്ല പ്ലേയേഴ്സ് യങ്സ്റ്റേഴ്സായിട്ട് വന്നിട്ടുള്ളതൊക്കെയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും വിഷമമുണ്ട്. നല്ലൊരു ഇൻവെസ്റ്റേഴ്സ് വരട്ടെ എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവരൊരിക്കലും നഷ്ടമാകാതിരിക്കട്ടെ ഇന്ത്യൻ ഫുട്ബോളിൽ എന്നുള്ളത്. അവർ നഷ്ടമായി കഴിഞ്ഞാൽ ആ ഒരു ഫ്രാഞ്ചൈസി ഉപയോഗിച്ച് മറ്റേതെങ്കിലും ക്ലബ്ബ്, ഈവൻ ഐ ലീഗിൽ നിന്ന് പോലും ഒക്കെ വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും ഓഗസ്റ്റ് 15 ആ ഒരു ഡിസിഷൻ എന്തായിരിക്കും, അതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നുള്ളതാണ് തോന്നുന്നത്. എന്താണെങ്കിലും അവരുടെ ഒരു സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള അബ്ദുൾ റബി എന്ന് പറയുന്ന പ്ലെയറെ അവർ സെല് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. 1 കോടിയൊക്കെയാണ് ട്രാൻസ്ഫർ ഫീ എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഈ രണ്ടും ഇപ്പോൾ 90 സ്റ്റോപ്പേജിൻ്റെ റിപ്പോർട്ട് പ്രകാരം കണ്ടാണ്. അപ്പം റൈറ്റ് വിങ്ങിൽ പ്ലേയേഴ്സിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ക്ലബ്ബ് ഉണ്ടെങ്കിൽ, ഏത് ക്ലബ്ബെന്ന് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ക്ലബ്ബ് ഉണ്ടെങ്കിൽ അവർ വാങ്ങിക്കട്ടെ. സോ അത് മാത്രമാണ് പറയാനുള്ളത്. സോ അറിയാലോ, നല്ലൊരു പ്ലെയർ തന്നെയാണ് അബ്ദുൾ റബീഹ്. അദ്ദേഹം ഇപ്പം നിലവിൽ ഇപ്പോൾ ഏഷ്യൻ ഗെയിംസിലൊക്കെ കളിച്ചു, അല്ലെങ്കിൽ ഐ എസ് എല്ലൊക്കെ ഉടനീളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു പ്ലെയർ തന്നെയാണ്. വെസറ്റൈലാണ്, റൈറ്റ് വിങ്ങറായിട്ടും റൈറ്റ് ബാക്കായിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്നൊരു പ്ലെയറൊക്കെയാണ് അദ്ദേഹം. എന്തായിരിക്കും ഹൈദരാബാദ് എഫ് സിയുടെ ഒരു ഭാവി എന്നുള്ളത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാണിക്കാൻ.